ഹലോ ഫ്രണ്ട്സ്, പായസം പ്രേമികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ വേഗം വായോ. കാരണം ഇന്നൊരു കിടിലൻ നേന്ത്രപ്പഴം പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മസ്റ്റ് ട്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളാണെങ്കിൽ ഏത്തയ്ക്ക ഇതേ കൂട്ടമൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പഴുത്തൊരു 2-3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശർക്കരയും ആ രീതിയിലൊന്ന് ആക്കിയെടുക്കണം. പിന്നെ ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ചേർക്കണം. അറിയാമല്ലോ, നമുക്ക് പായസം ആകുമ്പം ആ നെയ്യുടെ സ്മെല്ല് മുന്നിൽ നിൽക്കണം. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തയ്ക്ക ഇതിലോട്ടിടണം. ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇങ്ങനെ കുറേ നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ആക്കി വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ശർക്കരയും ആ നേന്ത്രപ്പഴമായിട്ട് കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കുറേ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരും. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കാവേ. ഇനി കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പായസം ഒരു 1/4 ഭാഗത്തോളം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന കിസ്മിസാണ്. അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല കിടിലൻ സ്മെല്ല് വരും കേട്ടോ, വായിൽ കപ്പലോടും. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ 2 പപ്പടം കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, ആഹാ അന്തസ്.